ഇത് ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിലെ ഷിൻകാൻസൻ സ്റ്റേഷൻ, അതായത് ബുള്ളറ്റ് ട്രെയിനിന്റെ സ്റ്റേഷൻ. ഇവിടെ നിന്ന് ഫുക്കുവോക്ക എന്ന നഗരത്തിലേക്ക് പോകാൻ വേണ്ടി സഞ്ചാരത്തിന്റെ സംഘം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ കാത്തു നിൽക്കുന്ന സമയത്ത് പല പ്ലാറ്റ്ഫോമുകളിലൂടെ ബുള്ളറ്റ് ട്രെയിനുകൾ വരുന്നു പോകുന്നു. അങ്ങനെ നിൽക്കെ ഞങ്ങളുടെ ട്രെയിൻ എത്തി. ഫുക്കുവോക്കയിലേക്ക് പോകുന്ന ട്രെയിൻ 15ാമത്തെ കോച്ചിലേക്കാണ് ഞങ്ങൾ ചെന്ന് കയറിയത്. ടിക്കറ്റൊക്കെ ഗൈഡ് ടാക്സന്റെ കയ്യിലാണ്. പക്ഷേ ചെറിയൊരു അബദ്ധം പറ്റി. കയറിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് 16ാമത്തെ കോച്ചാണ് ഞങ്ങളുടേതെന്ന്. 15 അല്ല. അപ്പോഴേക്കും ട്രെയിൻ പുറപ്പെടുകയും ചെയ്തു. ഞങ്ങൾ ലഗേജൊക്കെയായി ട്രെയിനിനുള്ളിലൂടെ 16ാമത്തെ കോച്ചിലേക്ക് ചെന്നു. ഞങ്ങൾക്കനുവദിച്ച സീറ്റുകൾ പിടിച്ചു. അസൗകര്യമുണ്ടായതിൽ ടാക്സൻ ഒരു ക്ഷമാപണമൊക്കെ നടത്തി. ഹിരോഷിമ നഗരത്തെ പിന്നിലാക്കി ട്രെയിൻ കുതിച്ചു പാഞ്ഞു. എല്ലാവരും സന്തോഷത്തിലാണ്. ജപ്പാനിൽ വന്ന ശേഷമുള്ള ഞങ്ങളുടെ 2ാമത്തെ ബുള്ളറ്റ് ട്രെയിൻ യാത്രയാണിത്. മുൻ സീറ്റുകളിൽ അധികം യാത്രക്കാരൊന്നുമില്ല. ഞങ്ങളാണ് ഈ കോച്ചിലെ പ്രധാന യാത്രക്കാർ. പുറത്തേക്ക് കാഴ്ച കിട്ടുമ്പോൾ ജപ്പാന്റെ ഭൂപ്രകൃതി ദൃശ്യമാകുന്നു. ഷിൻ ഇവാക്കുനി എന്ന പ്രദേശത്തുകൂടിയാണ് ട്രെയിൻ കടന്നുപോകുന്നത്. 1.25 ലക്ഷം ആളുകൾ വസിക്കുന്ന നഗരമാണ് ഷിൻ ഇവാക്കുനി. അവിടം പിന്നിടുമ്പോഴാണ് ഈ ട്രെയിൻ യാത്രയിൽ നമുക്ക് ജപ്പാന്റെ ഭൂപ്രകൃതി കൃത്യമായി കാണാനാവുന്നത്. മലകൾ, താഴ്വരകൾ, വനങ്ങൾ അതിങ്ങനെ ഇടവിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ഗ്രാമങ്ങളും പട്ടണങ്ങളുമൊക്കെ. രസകരമായൊരു ഭൂപ്രകൃതിയാണ്. പ്രകൃതിയും നഗരങ്ങളും എല്ലാം ഇടകലർന്ന ജപ്പാന്റെ യഥാർത്ഥ ചിത്രം ഈ ബുള്ളറ്റ് ട്രെയിൻ യാത്രയിലൂടെ ലഭിക്കുന്നു. യാത്രയിൽ ഞാൻ പുറത്തെ കാഴ്ചകൾ പരമാവധി പകർത്തിക്കൊണ്ടിരുന്നു. എങ്ങനെയാണ് ജപ്പാന്റെ ഭൂപ്രകൃതി എന്ന് കൃത്യമായി മനസ്സിലാക്കണമല്ലോ. പട്ടണങ്ങൾ, അവിടുത്തെ വ്യവസായങ്ങൾ, വീടുകൾ, ഇതെല്ലാം ചേർന്നതാണ് ജപ്പാന്റെ ഒരു ശൈലി. പരന്ന സ്ഥലമുള്ളിടത്തെല്ലാം നല്ല പട്ടണങ്ങളുണ്ട്. പട്ടണങ്ങളിലെ ഒഴിഞ്ഞ ഭാഗങ്ങളിൽ കൃഷിയിടങ്ങൾ. മൂല്യമേറിയ ശക്തമായ കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരാണ് ജപ്പാൻകാർ. ഒരു വീട്ടിൽ പല തലമുറയിലെ ആളുകൾ ഒരുമിച്ച് വസിക്കുന്നതാണ് ഇവരുടെ രീതി. ജോലി ആവശ്യത്തിനോ മറ്റോ അകത്ത് താമസിക്കുന്നില്ലെങ്കിൽ മക്കൾ മാതാപിതാക്കളോടൊപ്പം തന്നെ ഒരേ വീട്ടിൽ കഴിയുന്നു. ഈ സിസ്റ്റം എന്നാണ് അതറിയപ്പെടുന്നത്. അച്ഛനും അമ്മയും മക്കളും അവരുടെ മക്കളുമെല്ലാം ഒരുമിച്ച് കഴിയുന്ന രീതി. നമ്മളിപ്പോൾ ടോക്കുയാമ എന്നൊരു പ്രദേശത്തേക്കെത്തി. ഇവിടെ വലിയൊരു കെമിക്കൽ ഫാക്ടറിയൊക്കെ ഉണ്ട്. വലിയൊരു തുറമുഖ നഗരമാണ് ടോക്കുയാമ. പ്രമുഖമായ വാണിജ്യ വ്യവസായ നഗരവും. 1.5 ലക്ഷം ആളുകൾ വസിക്കുന്നുണ്ട് ഇവിടെ. വിവിധ ഫാക്ടറികളിലെ ജോലിക്കാരാണ് അവരിൽ ഭൂരിഭാഗവും. ടോക്കുയാമ കോർപ്പറേഷൻ എന്ന കെമിക്കൽ കമ്പനിയാണ് ഈ നഗരത്തിൽ ഏറ്റവും അധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്നത്. ജപ്പാനിലെ തന്നെ ഏറ്റവും വലിയ സോഡ ആഷ് നിർമ്മാണ കമ്പനിയാണത്. സിമന്റ്, വിവിധ കെമിക്കലുകൾ, സിലിക്കോൺ തുടങ്ങിയവയെല്ലാം ടോക്കുയാമ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നു. നഗരത്തിൽ കാണുന്ന വലിയ ഫാക്ടറികളെല്ലാം അവരുടേതാണ്. ടോക്കുയാമയുടെ തുറമുഖ ഭാഗം, കൊമേഴ്ഷ്യൽ ഏരിയകൾ, മറ്റ് വ്യവസായ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഈ പോകുന്ന വഴിക്ക് കാണാം. ജപ്പാനിലൂടെ സഞ്ചരിക്കുമ്പോൾ മിക്കവാറും പട്ടണങ്ങളിൽ പ്രധാനമായും നമ്മൾ കാണുന്നത് വമ്പൻ വ്യവസായശാലകളാണ്. ഈ ട്രെയിനിനകത്ത് മറ്റു പാസഞ്ചേഴ്സ് അധികമില്ല. ജപ്പാനിൽ ജോലി സംബന്ധമായ യാത്രകൾ നടത്തുന്നവരും ടൂറിസ്റ്റുകളുമാണ് ഇത്തരം ബുള്ളറ്റ് ട്രെയിനിലെ യാത്രക്കാർ. സാധാരണക്കാർ ലോക്കൽ ട്രെയിനിനെയാണ് ആശ്രയിക്കുന്നത്. ഒരു നഗരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളരെ വേഗം എത്താമെന്നതിനാൽ ബിസിനസ്സുകാരും കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരം ട്രെയിനുകളെയാണ്. യാത്ര ചെയ്യാനുള്ള സുഖം, സുരക്ഷിതത്വം, സമയകൃത്യത എന്നിവയെല്ലാം കൊണ്ട് ജാപ്പനീസ് കമ്പനി എക്സിക്യൂട്ടീവുകളും തെരഞ്ഞെടുക്കുക ഷിൻകാൻസൻ അഥവാ ബുള്ളറ്റ് ട്രെയിനാണ്. 1964 പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ജപ്പാനിൽ ബുള്ളറ്റ് ട്രെയിനുകൾ ലാഭകരമാണെന്നതാണ് മറ്റൊരു കാര്യം. ഇത് ജപ്പാന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഉണ്ടാക്കിക്കൊടുക്കുന്ന ലാഭവും വളരെ വലുതാണ്. പല ഗ്രാമങ്ങൾ പിന്നിട്ടാണ് നല്ല സ്പീഡിൽ ട്രെയിൻ പോകുന്നത്. കൃഷിയിടങ്ങൾക്ക് മുകളിലൂടെ വയഡക്റ്റുകൾ നീണ്ടുപോകുന്നത് കാണാം. വ്യവസായങ്ങളും വാണിജ്യവുമാണ് ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെങ്കിലും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ജാപ്പനീസ് ഗവൺമെന്റ് പലവിധ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഭക്ഷ്യ സ്വയം പര്യാപ്തതയും ഭക്ഷ്യസുരക്ഷയുമാണ് ഇവർ അതിലൂടെ ലക്ഷ്യമാക്കുന്നത്. കൃഷി ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് പലവിധ സഹായങ്ങൾ ഗവൺമെന്റ് ലഭ്യമാക്കുന്നു.
സാമ്പത്തിക സഹായം, പലവിധ സബ്സിഡികൾ, പുതിയ സാങ്കേതിക വിദ്യകൾ നൽകൽ എന്നിവയെല്ലാം അതിലുണ്ട്. ഇടയ്ക്ക് ബുള്ളറ്റ് ട്രെയിനുകൾ നമ്മളെ കടന്നുപോകുന്നു. ഞങ്ങളുടെ ട്രെയിൻ ഇപ്പോൾ യാമാഗുച്ചി എന്ന ഒരു പട്ടണത്തിലേക്കെത്തി. ജപ്പാനിലെ മറ്റൊരു ഇൻഡസ്ട്രിയൽ സിറ്റിയും സാംസ്കാരിക കേന്ദ്രവുമാണ് യാമാഗുച്ചി. 2 ലക്ഷത്തോളം ആളുകൾ വസിക്കുന്ന നഗരം. ഈ നഗരത്തിലും കെട്ടിടങ്ങളില്ലാത്ത എല്ലായിടങ്ങളിലും കൃഷിയാണ് നടക്കുന്നത്. അതങ്ങനെ കണ്ടിരിക്കുമ്പോൾ ജാപ്പനീസ് കൃഷിയിലെ ചില കൗതുകകരമായ വിശേഷങ്ങളായിരുന്നു എന്റെ മനസ്സിൽ. ജപ്പാന്റെ ആകെ ഭൂമിയിൽ വെറും 12% മാത്രമേ കൃഷിയോഗ്യമായുള്ളൂ. ആ സ്ഥലത്ത് നിന്ന് പരമാവധി വിളവ് കൊയ്യുകയാണിവർ. അരിയാണ് ഇവരുടെ പ്രധാന കൃഷി. പണ്ട് മുതലേ പരീക്ഷണങ്ങളുടെ ആശാന്മാരാണല്ലോ ജപ്പാൻകാർ. ഏറ്റവും വിളവ് തരുന്ന നെൽവിത്ത് ഉൽപ്പാദിപ്പിക്കാൻ ഇവർ വലിയ ശ്രമങ്ങൾ നടത്തി. അങ്ങനെ ഓരോരോ ഇനങ്ങൾ കണ്ടുപിടിച്ചു. ഒന്ന് കണ്ടെത്തിക്കഴിയുമ്പോൾ അതിൽ തൃപ്തിയില്ലാതെ അടുത്തതിനായി അന്വേഷണവും പരീക്ഷണവും തുടങ്ങും. അങ്ങനെ ഇപ്പോൾ ജപ്പാനിലുള്ള നെൽവിത്തിനങ്ങളുടെ എണ്ണം എത്രയാണെന്നോ? 8000. ഇപ്പോഴും ഇവർ പുതിയ വിത്ത് കണ്ടെത്താൻ പരീക്ഷണങ്ങൾ തുടരുകയാണ്. നെൽകൃഷിയിൽ ഡ്രോണുകൾ, AI, റോബോട്ടിക്സ് എന്നിവയൊക്കെ ഇവർ ഉപയോഗപ്പെടുത്തുന്നു. ഞാൻ ട്രെയിനിന്റെ സ്പീഡിൽ ആവേശം കൊണ്ടങ്ങനെ ഇരിക്കുകയാണ്. കൃഷിയിടങ്ങൾ എവിടെയും കാണാം. ഓപ്പൺ കൃഷിയിടങ്ങളും ഗ്രീൻ ഹൗസുകളുമെല്ലാമുണ്ട്. പട്ടണങ്ങളിൽ ഒഴിവുള്ള സ്ഥലങ്ങളിലാണ് കൃഷിയെങ്കിൽ ഗ്രാമങ്ങളിൽ വിശാലമായ കൃഷിസ്ഥലങ്ങൾ നിലനിർത്തിയിരിക്കുന്നു. മലമ്പ്രദേശങ്ങൾക്കിടയിലെ താഴ്വരകൾ ഒന്നുകിൽ പട്ടണമാണ്, അല്ലെങ്കിൽ കൃഷിയിടങ്ങളും. വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ കാണുകയേയില്ല. ഇടയ്ക്കിടയ്ക്കെല്ലാം അനൗൺസ്മെന്റുകൾ വരും. കൊക്കൂറ എന്ന സ്റ്റേഷനിലേക്ക് വണ്ടി അടുക്കുകയാണെന്ന് അറിയിപ്പ് വന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ വലിയൊരു പട്ടണമാണ് കാണുന്നത്. കെട്ടിടങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന പട്ടണം. ജപ്പാന്റെ പുരാതനമായ നഗരമാണ് കൊക്കൂറ. ഇപ്പോൾ നല്ലൊരു വ്യവസായ നഗരവും. 9 ലക്ഷത്തോളം ജനം വസിക്കുന്നുണ്ട് കൊക്കൂറയിൽ. അസാമാന്യമായ ഒരു ഭാഗ്യത്തിന്റെ കഥ പറയാനുണ്ട് ഈ പട്ടണത്തിന്. 2ാം ലോകമഹായുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ അമേരിക്ക ജപ്പാനിൽ 2ാമത്തെ അണുബോംബിടാൻ ലക്ഷ്യമാക്കിയ നഗരം ഇതായിരുന്നു. ഈ നഗരത്തിന് മേലെയിടാനുള്ള ഫാറ്റ്മാൻ എന്ന ബോംബുമായി 1945 ഓഗസ്റ്റ് 9 US വിമാനം എത്തിയതുമാണ്. എന്നാൽ രാവിലെ ഇവിടെയുണ്ടായ മൂടൽമഞ്ഞും ഫാക്ടറികളിൽ നിന്നുള്ള പുകയും കൊണ്ട് ലക്ഷ്യം കാണാൻ പൈലറ്റിനു കഴിഞ്ഞില്ല. അതിനാൽ മിഷൻ കമാൻഡർ ചാൾസ് സീനി ബോംബ് നാഗസാക്കിയിൽ ഇടാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അന്ന് ലക്ഷ്യം തെറ്റിയില്ലായിരുന്നെങ്കിൽ ഈ നഗരം ഹിരോഷിമയെ പോലെ വെറും ചാരക്കൂമ്പാരമായി മാറിയേനെ. കൊക്കൂറ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തി. ഇത്തരം നഗരങ്ങളിലെല്ലാം 2 ട്രെയിൻ സ്റ്റേഷനുകളുണ്ട്. ഒന്ന് ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനും മറ്റേത് സാധാരണ ട്രെയിൻ പോകുന്ന സ്റ്റേഷനുകളും. കൊക്കൂറയിൽ നിന്ന് വണ്ടി വീണ്ടും പുറപ്പെട്ടു. താഴേക്കൂടി പോകുന്നതാണ് സാധാരണ ട്രെയിനുകൾ. നമ്മുടെ നാട്ടിൽ ചിലർ ചോദിക്കാറുണ്ട്, ഹൈസ്പീഡ് ട്രെയിൻ സാധാരണ ട്രാക്കിൽ കൂടി വിട്ടുകൂടെയെന്ന്. ഒരിക്കലും സാധ്യമല്ല. മെട്രോ ട്രെയിൻ അങ്ങനെയാണെങ്കിൽ കൊച്ചിയിലെ സാധാരണ പാളങ്ങളിൽ കൂടി ഓടിച്ചാൽ പോരായിരുന്നു. മെട്രോ ട്രെയിനു വേണ്ടി വേറെ സംവിധാനം ഉണ്ടാക്കുകയാണ് ചെയ്തത്. കാരണം അത് മറ്റൊരു ഗതാഗത സംവിധാനമാണ്. ഒരിക്കലും ബുള്ളറ്റ് ട്രെയിനോ ഹൈസ്പീഡ് ട്രെയിനോ ഒരു സാധാരണ പാസഞ്ചർ ട്രെയിനോ ചരക്കുവണ്ടിയോ പോകുന്ന പാളത്തിൽ കൂടി പോകാൻ പറ്റില്ല. അത് പ്രായോഗികമല്ല. ഇതിന്റെ ടെക്നോളജി അറിയാത്ത ആളുകൾ അഭിപ്രായം പറയുകയും മാധ്യമങ്ങളിലൂടെ അത് ചർച്ച ചെയ്യുകയുമാണ്. അങ്ങനെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. അങ്ങനെയിരിക്കവേ ഞാൻ ഗൈഡ് ടാക്സിനെ വിളിച്ചു വരുത്തി. കാരണം അടുത്ത സ്റ്റേഷനായി കാണിക്കുന്നത് ഹക്കാട്ട എന്നാണ്. ഹക്കാട്ട ലാസ്റ്റ് സ്റ്റേഷനാണെന്നും പറയുന്നു. ഞങ്ങൾക്ക് ഫുക്കുവോക്കയിലേക്കാണല്ലോ പോകേണ്ടത്. ചോദിച്ചപ്പോൾ ഫുക്കുവോക്കയും ഹക്കാട്ടയും ഒന്നുതന്നെയാണെന്ന് ടാക്സൺ പറഞ്ഞു. ട്രെയിൻ ഹക്കാട്ട ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. ഇപ്പോൾ ജപ്പാനിലേക്ക് ധാരാളം ആളുകൾ അനധികൃതമായി കുടിയേറുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണവർ. ജപ്പാനിലെ ആകെ ജനങ്ങളിൽ 30% 65 വയസ്സിന് മുകളിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നഴ്സിംഗ്, കൺസ്ട്രക്ഷൻ, കൃഷി, വ്യവസായം എന്നിവയിലൊക്കെ ജോലി ചെയ്യാൻ ആളുകളെ ആവശ്യമായി വന്നു. അങ്ങനെ ചൈനയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും മറ്റും ജോലിക്കാരായി നിരവധി പേർ ഇവിടെയെത്തി. അത്തരക്കാരായ 20 ലക്ഷം വിദേശികൾ ഇപ്പോൾ ജപ്പാനിൽ അംഗീകൃത ജോലിക്കാരായുണ്ട്.
2000 ആണ്ടിന് ശേഷമാണ് ഇവിടേക്കുള്ള അനധികൃത കുടിയേറ്റം തുടങ്ങിയത്. വിയറ്റ്നാം, ചൈന, ഫിലിപ്പീൻസ്, തായ്ലൻഡ്, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള 80,000 അനധികൃത കുടിയേറ്റക്കാർ ഇപ്പോൾ ഇവിടെയുണ്ട്. ടൂറിസ്റ്റുകളായി വന്ന് മുങ്ങിയവരും സ്റ്റുഡന്റ് വിസയിൽ വന്ന് കാലാവധി കഴിഞ്ഞിട്ടും തിരികെ പോകാത്തവരും ചില കമ്പനികളിൽ ട്രെയിനികളായി വന്ന് ഇവിടെയങ്ങ് കൂടിയവരുമൊക്കെ അതിലുണ്ട്. പൊതുവെ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന പരിപാടിയും ജപ്പാനിലില്ല. അങ്ങനെ ട്രെയിൻ ഇപ്പോൾ ഫുക്കുവോക്ക പട്ടണത്തിലേക്ക് കയറി. ഇതിന് ഹക്കാട്ട എന്നൊരു പേരും കൂടിയുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. നമ്മുടെ എറണാകുളത്തെ എയർപോർട്ടിന് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് പോലെയായിരിക്കണം. ജപ്പാനിലെ 6ാമത്തെ വലിയ നഗരമാണ് ഫുക്കുവോക്ക. ഈ സിറ്റിയിൽ മാത്രം 16 ലക്ഷം ജനം വസിക്കുന്നുണ്ട്. തലയ്ക്ക് മുകളിൽ കൂടി ട്രെയിൻ പോകുന്ന പാലങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾ എവിടെയും ഗംഭീരമാണ്. തെളിഞ്ഞ കനാലുകളും നദികളുമൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. തിരക്കില്ലാത്ത നഗരപാതകൾ താഴെ കാണാം. വളരെ ശാന്തമാണത്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഞങ്ങൾക്ക് ഇറങ്ങാൻ സമയമായി. ഫുക്കുവോക്ക സ്റ്റേഷനിലേക്ക് വണ്ടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലഗേജ് ഒക്കെ എടുത്തു നടന്നു. ഏത് സൈഡിലേക്കാണ് ഇറങ്ങേണ്ടതെന്ന് ആരോ മാർക്ക് കാണിക്കുന്നുണ്ട്. ഡോർ ഓപ്പൺ ദിസ് സൈഡ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നിറങ്ങി. വലതുവശത്ത് കാണുന്നത് സ്മോക്കിങ്ങിനുള്ള കേന്ദ്രങ്ങളാണ്. പൊതുസ്ഥലത്ത് പുകവലിക്കാൻ പറ്റില്ല. ജപ്പാനിൽ ബുള്ളറ്റ് ട്രെയിനുകൾ ഓടുന്നത് ഉയർത്തി നിർത്തിയ പാലങ്ങൾക്ക് മുകളിലൂടെയാണ്. ഇനി എസ്കലേറ്റർ ഇറങ്ങി 2 ലെവൽ താഴേക്ക് ചെല്ലണം. തൊട്ട് താഴത്തെ ലെവലിൽ ഓഫീസുകളും കോഫി ഷോപ്പുകളും മറ്റുമാണ്. വീണ്ടും ഒരു നില കൂടി താഴേക്ക് ഇറങ്ങുമ്പോഴാണ് റോഡിന്റെ ലെവലിലേക്ക് എത്തുക. എല്ലാ റെയിൽവേ സ്റ്റേഷനും, പ്രത്യേകിച്ച് ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനുകൾ, ഒരു കൊമേഴ്ഷ്യൽ കേന്ദ്രം കൂടിയാണ്. ഇവിടെ കോയിൻ ലോക്കറുകളുണ്ട്. നമ്മുടെ ബാഗുകളും മറ്റും അതിൽ വെച്ച് കോയിൻ ഇട്ട് ലോക്ക് ചെയ്തു പോകാം. അവിടെ നിന്ന് ഫുക്കുവോക്ക സ്റ്റേഷന് പുറത്തേക്കെത്തി അതിമനോഹരമായ ഒരു പട്ടണഭാഗത്തേക്കാണ് എത്തുന്നത്. വൃത്തിയുള്ള ടൈല് വിരിച്ച നിലം, തെരുവുകൾ, സുന്ദരമായ സ്ഥലം. നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളുടെ മുൻവശവും പരിസരവുമൊക്കെ ഇങ്ങനെയൊക്കെ ആകുന്ന ഒരു കാലം സ്വപ്നം കാണാനേ പറ്റുകയുള്ളൂ എന്ന് തോന്നും. നല്ല ടൈലിട്ട് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കിടക്കുമ്പോൾ ഈ നിലത്ത് കിടന്നുറങ്ങാവുന്നത്ര വൃത്തിയാണ്. പൊടിയും മണ്ണും ചെളിയും നാറ്റവുമെല്ലാം കൂടിക്കലർന്നു കിടക്കുന്ന പൊതുസ്ഥലമുള്ള നാട്ടിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ ശരിക്കും ഇതൊരു അത്ഭുതമായി തോന്നും. സ്ട്രീറ്റ് ക്രോസ് ചെയ്ത് ഞങ്ങൾ നടന്നു. ഡിന്നർ കഴിച്ചിട്ടേ ഹോട്ടലിലേക്ക് പോകുന്നുള്ളൂ. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തു തന്നെയുള്ള ക്രൗൺ പ്ലാസ ഹോട്ടലിലെ റെസ്റ്റോറന്റിലാണ് ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ANA ക്രൗൺ പ്ലാസ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തു തന്നെയാണത്. റെസ്റ്റോറന്റിലെത്തി. ബൊഫേ ഡിന്നറാണ്. വളരെ ഗംഭീരമായ ഡിന്നർ. മാംസമൊക്കെ ലൈവായി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലത് ഗ്രില്ല് ചെയ്യുന്നു. വൈവിധ്യമാർന്ന പല വിഭവങ്ങളുണ്ട്. ഇത്തരം യാത്രകളിൽ പൊതുവെ അല്പം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരിക വെജിറ്റേറിയൻ ഭക്ഷണക്കാരാണ്. വെജിറ്റേറിയൻ ഭക്ഷണം വേണമെന്ന് വാശി പിടിക്കുന്നവർക്ക് ഇന്റർനാഷണൽ ട്രാവൽ പൊതുവെ അല്പം പ്രശ്നം തന്നെയാണ്. കാരണം പല രാജ്യങ്ങളിലും പ്രധാന വിഭവങ്ങളെല്ലാം നോൺ വെജ് ആയിരിക്കും. സാൻഡ്വിച്ചോ സലാഡോ ഒക്കെയാവും വെജിറ്റേറിയനിൽ പ്രധാനമായുള്ളത്. ഭക്ഷണം കഴിച്ച് എല്ലാവരും ഇറങ്ങി. ടാക്സൺ ആമുഖമായി ചിലത് പറയുന്നുണ്ട്. നാളെ ഇവിടെ നിന്നും ദക്ഷിണ കൊറിയയിലേക്ക് യാത്രയാവുകയാണ്. ടാക്സനുമൊത്തുള്ള അവസാന രാത്രിയാണിന്ന്. ഹോട്ടലിലേക്ക് പോകുന്നത് കുറച്ചു നേരത്തെയാണ്. വൈകിട്ട് വേണമെങ്കിൽ എല്ലാവർക്കും നഗരമൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ടാക്സൺ പറഞ്ഞു. ഇപ്പോൾ സമയം 7 മണിയായിട്ടേ ഉള്ളൂ. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് 7:30 തന്നെ പുറത്തേക്കിറങ്ങാം. 7:30 മുതൽ നഗരത്തിൽ ഷോപ്പിംഗോ ചുറ്റിനടത്തമോ എന്തുമാകാം. അങ്ങനെ ഹോട്ടൽ ഒക്കൂറയിൽ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. ലഗേജൊക്കെ മുറിയിൽ വെച്ചിട്ട് എല്ലാവരും പുറത്തേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ജപ്പാനിൽ നിന്ന് നാളെ സംഘം കൊറിയയിലേക്ക് പോവുകയാണ്. അതിനു മുൻപ് ജപ്പാനിൽ നിന്ന് വല്ല ഷോപ്പിംഗ് ഒക്കെ നടത്തണമെങ്കിൽ
അതിനും നഗരം കാണണമെങ്കിൽ അതിനുമുള്ള ഫ്രീ ടൈമാണ്. മനോഹരമായ ഹോട്ടലാണ് ഒക്കൂറ. ഗംഭീര ഹോട്ടലാണ്. ചെക്ക് ഇൻ ചെയ്ത ഉടനെ എല്ലാവരും തന്നെ പുറത്തേക്ക് പോവുകയാണ്. ചിലർ ചെറിയ ഗ്രൂപ്പുകളായി പോകുന്നു, ചിലർ ഒറ്റയ്ക്ക് പോകുന്നു. സംഘാംഗങ്ങൾ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. മുറിയിലേക്ക് നടന്നു. 1023 എന്റെ റൂം നമ്പർ. 10ാം നിലയിലെ 23ാം നമ്പർ മുറി. ഗംഭീര ഹോട്ടൽ. 1023ാം നമ്പർ മുറി. ഇതിന്ന് എന്റേതാണ്. ഞാൻ അകത്തേക്ക് കയറി ചെന്നു. മനോഹരമായ മുറി. 5 സ്റ്റാർ നിലവാരമുള്ള മുറികളാണെല്ലാം. ലഗേജ് എല്ലാം അവിടെ വെച്ചു. എനിക്ക് ഷോപ്പിംഗ് ഒന്നുമില്ലെങ്കിലും വെറുതെ മുറിയിലിരിക്കേണ്ട എന്ന് തീരുമാനിച്ചു. പെട്ടെന്ന് തന്നെ ഞാൻ പുറത്തേക്കിറങ്ങി. നല്ല തണുപ്പുണ്ട്. വെറുതെ നഗരത്തിൽ കൂടി ഒന്ന് നടക്കുക, ഹോട്ടലിന്റെ പരിസരത്തെ പ്രദേശങ്ങൾ ഒന്ന് കാണുക, ഇത്രയേ ഉദ്ദേശമുള്ളൂ. ജപ്പാനിലെ നഗരങ്ങളെല്ലാം ഇങ്ങനെയാണ്. നല്ല വൃത്തിയും ഭംഗിയും അച്ചടക്കവും. കനാലുകൾ ഇങ്ങനെ ഇഷ്ടം പോലെയുണ്ട്. എല്ലാം നല്ല വൃത്തിയാണ്. അതിന്റെ ഇരുവശവും സുന്ദരമായ നടപ്പാതകൾ. ആ കനാലിന് കുറുകെയുള്ള പാലമാണിത്. അതിന്റെ ഒരു വൃത്തിയും പെർഫെക്ഷനും ഒന്ന് ശരിക്കും കാണുക. അത് നമ്മളെ അത്ഭുതപ്പെടുത്തും. നമ്മൾ ഈ നിലവാരത്തിലേക്കൊക്കെ എന്നെത്തുമെന്ന ചിന്തയും ചെറിയൊരു നിരാശയും ഇങ്ങനെയുള്ള ഓരോ യാത്ര കഴിയുമ്പോഴും എനിക്കുണ്ടാവാറുണ്ട്. ഇതൊരു കവേർഡ് സ്ട്രീറ്റാണ്. മേൽക്കൂരയുള്ള സ്ട്രീറ്റ്. വാഹനങ്ങൾ ഓടാത്ത തെരുവ്. അതിനകത്തുകൂടിയൊക്കെ ഞാൻ നടന്നു. മസാജ് സെന്ററുകൾ തുടങ്ങി പല സ്ഥാപനങ്ങളും സ്ട്രീറ്റിലുണ്ട്. ജാപ്പനീസ് മസാജ് കേന്ദ്രങ്ങൾ, കൂടാതെ ഷോപ്പുകൾ, സ്ത്രീകൾക്കുള്ള വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകൾ, കുട്ടികളുടെ വസ്ത്രക്കടകൾ. തെരുവിൽ വലിയ തിരക്കില്ല. ഭാര്യ ഭർത്താക്കന്മാർ ജോലിസ്ഥലത്തു നിന്നും മടങ്ങുന്നു. വിചിത്രമായ വിഭവങ്ങൾ കിട്ടുന്ന നിരവധി റെസ്റ്റോറന്റുകളുണ്ട് ഇവിടെ. മാംസം, മത്സ്യം എന്നിവ കൊണ്ടൊക്കെയുള്ള വിഭവങ്ങളാണ്. റെസ്റ്റോറന്റുകളാണ് ഈ കാണുന്നതൊക്കെ. അതുപോലെ തന്നെ ഫുട്പാത്തുകളോട് ചേർന്ന് ഇങ്ങനെയുള്ള കോഫി ഷോപ്പുകളുണ്ട്. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഇന്നിപ്പോൾ ഇവിടെ അധികം ആരെയും കാണുന്നില്ല. വീക്കെൻഡിലായിരിക്കണം ഇവിടെ തിരക്കുണ്ടാവുക. സ്ട്രീറ്റിൽ നല്ലൊരു ആംബിയൻസ് ആണ്. വൃത്തിയാണ് എല്ലാത്തിൻ്റെയും മുഖമുദ്ര. വൃത്തിയും വെടിപ്പും സൗന്ദര്യബോധവും ഉണ്ടെങ്കിലേ ആധുനിക സമൂഹമായി ആരും നമ്മെ അംഗീകരിക്കുകയുള്ളൂ. ലോകയാത്രയിൽ നിന്ന് അത് ഞാൻ പഠിച്ചു. 1.5 മണിക്കൂർ പുറത്തുകൂടിയൊക്കെ നടന്ന ശേഷം ഞാൻ ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു. പിറ്റേ ദിവസം രാവിലെ ഹോട്ടലിന്റെ 10ാം നിലയിലെ മുറിയിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഫുക്കുവോക്ക നഗരത്തിന്റെ കാഴ്ച. ഞാൻ 6 മണിക്ക് തന്നെ എണീറ്റതാണ്. 7:30 പുറപ്പെടണം. അതിനു മുൻപ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ലോബിയിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരുടെയും കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കണം. വീണ്ടും ഫോട്ടോകൾ എടുക്കണം. കാരണം എന്തെന്നോ, നമ്മുടെ സംഘം ഇന്ന് കൊറിയയിലേക്ക് പോകുമെങ്കിലും ഞാൻ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ബസിൽ കയറി യാത്ര തുടങ്ങി. മനോഹരമായ ഫുക്കുവോക്ക നഗരത്തിന്റെ കാഴ്ചകളാണ്. കനാലുകൾ, വഴിയോരങ്ങൾ. ടാക്സൺ വികാരനിർഭരമായ ഒരു വിടവാങ്ങൽ പ്രസംഗമാണ് നടത്തുന്നത്. ഞങ്ങൾക്കെല്ലാവർക്കും ടാക്സിനെ നന്നായി ഇഷ്ടപ്പെട്ടു. ടാക്സന്റെ പെരുമാറ്റവും കരുതലുമൊക്കെ ആകർഷകമായിരുന്നു. ടാക്സനും ഞങ്ങളെ പിരിയുന്നതിലുള്ള സങ്കടം പങ്കുവച്ചു. ഇന്ത്യയിലേക്ക് വരാനൊക്കെയുള്ള ടാക്സന്റെ ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. സംഘാംഗങ്ങൾ ടാക്സിനോടുള്ള നന്ദി പ്രകാശനമൊക്കെ നടത്തി. ഒരു ജലനഗരമാണ് ഫുക്കുവോക്ക. ധാരാളം കനാലുകളുണ്ട് ഇവിടെ. നമ്മുടെ കൊച്ചിയുടെ ഭൂപ്രകൃതിയുള്ള നഗരം. കൊച്ചി ഭാവിയിൽ എങ്ങനെ വൃത്തിയാക്കാം എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഫുക്കുവോക്ക പോലുള്ള നഗരങ്ങൾ. ശരിക്കും ഞങ്ങൾ ഫുക്കുവോക്കയിലേക്ക് വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഫുക്കുവോക്കയിൽ നിന്ന് കൊറിയയിലെ ബുസാനിലേക്കാണ് സംഘം പോകുന്നത്. ബുസാനിലേക്ക് ഫുക്കുവോക്കയിൽ നിന്ന് ഒരു ഫെറിയിൽ പോകാനായിരുന്നു ഉദ്ദേശം, ഒരു കപ്പലിൽ. പക്ഷേ ഞങ്ങൾ യാത്ര പുറപ്പെടുന്നതിന് 2 ആഴ്ച മുൻപ് ആ ഫെറി സർവീസ് നിർത്തലാക്കി. അതുകൊണ്ട് സംഘം ഇവിടെ നിന്നിനി വിമാനത്തിലാണ് കൊറിയയിലേക്ക് പോകുന്നത്. അതിഗംഭീരമായ ഒരു ജലനഗരമാണ് ഫുക്കുവോക്ക. ഫുക്കുവോക്കയിൽ നിന്ന് കൊറിയയിലെ ബുസാനിലേക്ക് സ്ഥിരം കപ്പൽ സർവീസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സർവീസ് എന്തോ കാരണത്താൽ പെട്ടെന്ന് നിർത്തലാക്കിയതുകൊണ്ട് ഇനി ബുസാനിലേക്ക് വിമാനത്തിൽ പോകണം.
ഫുക്കുവോക്ക ഇന്റർനാഷണൽ എയർപോർട്ടിൽ ബസ്സെത്തി. 1944 പ്രവർത്തനം തുടങ്ങിയ എയർപോർട്ടാണിത്. അടുത്ത കാലത്ത് ഇതൊന്ന് നവീകരിച്ചിരുന്നു. ഫുക്കുവോക്ക എന്ന് അധികം മലയാളികൾ കേട്ടിട്ടുണ്ടാവില്ല. ജൈവ കൃഷിരീതിയുടെ പ്രധാന പ്രചാരകനായ മസനോബു ഫുക്കുവോക്കയുടെ നാടാണിത്. സംഘത്തിലെ മറ്റുള്ളവർ ബുസാനിലേക്കുള്ള ഫ്ലൈറ്റിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. ഞാൻ സിംഗപ്പൂർ എയർലൈൻസിന്റെ സിംഗപ്പൂരിലേക്ക് പോകുന്ന ഫ്ലൈറ്റിലും ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾ ഇനി പരസ്പരം കാണുന്നില്ല. എന്റെ ഗ്രൂപ്പ് ടൂർ മാനേജർ സമീലിന്റെ നേതൃത്വത്തിൽ അവർക്കുള്ള വിമാനം പുറപ്പെടുന്ന ഗേറ്റിലേക്ക് പോയി. ഞാൻ 55-ാം ഗേറ്റിലേക്കും. അവിടെ നിന്നുമാണ് എനിക്കുള്ള സിംഗപ്പൂർ എയർലൈൻസ് വിമാനം പുറപ്പെടുക. പുറത്ത് സിംഗപ്പൂർ എയർലൈൻസ് വിമാനം വന്നു കിടക്കുന്നുണ്ട്. ഞാനിപ്പോൾ വിമാനത്തിനകത്ത് എത്തിയിരിക്കുന്നു. ഇനി ദീർഘമായ ഒരു യാത്രയാണ്. പാതിരാത്രിയോടെ ഞാൻ കൊച്ചിയിലെത്തും.